1970-കളിലെ ഒരു ഗാനമേള വേദി. പാട്ടുപാടാനെത്തുന്ന പ്രശസ്ത ഗായകൻ ജയചന്ദ്രന് അതിൽ ഓർക്കസ്ട്ര വായിക്കുന്ന ഒരു യുവാവിൻ്റെ പ്രകടനം കണ്ട് വല്ലാതെ അങ്ങ് ഇഷ്ടമാകുന്നു. പിന്നീട് ജയചന്ദ്രൻ ആ യുവാവിനെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായ ജി ദേവരാജൻ മാസ്റ്ററിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. 1974 ദേവരാജൻ മാസ്റ്റർ ആ യുവാവിനെ ചെന്നൈയിലേക്ക് ചെല്ലാൻ വിളിക്കുന്നു. നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ഗായക സംഘത്തിലെ ഗായകനിൽ നിന്നും മലയാള സിനിമാ ചരിത്രത്തിൽ തൻ്റേതായ ശൈലിയിൽ വിസ്മയങ്ങളൊരുക്കിയ ഒരു സംഗീത സംവിധായകൻ്റെ യാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു. മഴ, ചായ, ജോൺസൺ മാഷ്. മലയാള സിനിമാ രംഗത്ത് ഒരു കാലഘട്ടത്തിൻ്റെ നിറസാന്നിധ്യം ആയിരുന്നു ജോൺസൺ മാസ്റ്റർ. 230ഓളം ചിത്രങ്ങളിൽ നിന്നായി 600-ലധികം മധുരഗാനങ്ങൾ, 300-ലധികം സിനിമകൾക്ക് വിസ്മയിക്കുന്ന പശ്ചാത്തല സംഗീതം, 2 തവണ ദേശീയ ചലച്ചിത്ര അവാർഡുകളും 5 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും അദ്ദേഹം നേടുകയുണ്ടായി. 1981 ഇണയെ തേടി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീ R.K. ദാമോദരൻ എഴുതിയ ഗാനം ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ജോൺസൺ മാസ്റ്റർ ആദ്യമായി സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത്. അതേ വർഷമിറങ്ങിയ ബാലചന്ദ്രമേനോൻ്റെ പ്രേമഗീതങ്ങളിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ 4 ഗാനങ്ങൾ ശ്രദ്ധേയമായ വിജയമാകുകയും തുടർന്ന് മലയാള സിനിമയിലെ പല പ്രമുഖരുടെയും സിനിമകളിലും മധുരമൂറുന്ന ഒട്ടനവധി ഗാനങ്ങൾ സൃഷ്ടിക്കുവാനും പല ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമായ പത്മരാജനുമായി ചേരുന്നതോടെയാണ് ജോൺസൺ മാസ്റ്റർ പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. അവരുടെ ആദ്യ സംരംഭമായിരുന്ന കൂടെവിടെ എന്ന ചിത്രത്തിൻ്റെ ആടിവാക്കാറ്റെ എന്ന ഗാനം മലയാള സംഗീത ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറുകയുണ്ടായി. ജോൺസൺ മാഷിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ കൂട്ടുകെട്ട് സംവിധായകൻ സത്യൻ അന്തിക്കാടുമായിട്ടായിരുന്നു. 25ഓളം ചിത്രങ്ങളിലൂടെ ഏറ്റവും ജനപ്രിയമായ നിരവധി ഗാനങ്ങൾ ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ഭരതനോടൊപ്പം അദ്ദേഹം ഒരുക്കിയ ഗാനങ്ങൾ എന്നും പ്രിയപ്പെട്ടവ തന്നെ ആയിരുന്നു. ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമായുള്ള സഹകരണം ജോൺസൺ മാസ്റ്ററെ ശ്രദ്ധേയനാക്കുന്നതിൽ ഒരു പ്രധാന ഘടകം ആയിരുന്നു. ജോൺസൺ മാഷിൻ്റെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ഭൂരിഭാഗവും സൃഷ്ടിക്കപ്പെട്ടത് 80കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലുമായിരുന്നു. ഒരു ദശാബ്ദത്തിലേറെ നീണ്ട വിജയകരമായ യാത്ര, നിരവധി പുരസ്കാരങ്ങൾ. ഒടുവിൽ 90കളുടെ അവസാനത്തോടെ ജോൺസൺ മാസ്റ്റർ സിനിമാ സംഗീതത്തിൽ നിന്ന് ഒരു ഇടവേളയെടുക്കുന്നു. 2006 ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ശക്തമായി തിരിച്ചുവരവ് നടത്തുകയും അത് അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. ശാന്തമായി ഒഴുകുന്ന പുഴ പോലെയുള്ള ആ സംഗീതയാത്ര അവസാനിക്കുന്നത് ഒരു ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. 2011 ഓഗസ്റ്റ് 18. സിനിമാ രംഗത്ത് തൻ്റേതായ ശൈലിയിൽ വിസ്മയങ്ങളൊരുക്കി ഇപ്പോഴും പുതുമയോടെ അലയടിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ നമുക്ക് നൽകി വിട പറഞ്ഞ ജോൺസൺ മാഷിന് പ്രണാമം.